ഹൈജീൻ ഹൈജീൻ ഹൈജീൻ. ആ ജാസ്മിൻ ചെരുപ്പിടാറില്ലേ? എന്താ ഉറക്കം വരുന്നു? എന്താ? എനിക്ക് കാലിന്റെ ഉപ്പൂറ്റി പൊട്ടിയിട്ട് എനിക്കൊരു ഫെദർ ഒരു ഇതുള്ളൊരു ചെരുപ്പ് ഉണ്ടായിരുന്നു. അല്ല എനിക്ക് ഞാൻ പൊതുവേ ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ അങ്ങനെ എന്താ പൊതുവേ ഉള്ള ഒരു സ്ഥലമല്ലല്ലോ. ഭയങ്കര കംഫർട്ടൊക്കെ എനിക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ ചെളിയായി അത് നമുക്ക് ഇവിടെ പറ്റില്ല മോളെ. ചില ആലേട്ട എന്നെ മാത്രം എയിം ചെയ്താണ് പറഞ്ഞത്. അങ്ങനല്ല നിങ്ങൾ മാത്രമേ ചെരുപ്പിടാതെ നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങളെ എന്തിനാ എയിം ചെയ്യുന്നത്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അല്ല ഞാൻ മാത്രല്ല ഇവിടെ. പിന്നെ വേറെ ആരാണെന്ന് പറയൂ. വേറെ ആരാണ് പറയൂ. അവർക്ക് അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? വീട്ടിനകത്തല്ല, ഇവിടുത്തെ കാര്യം ചോദിച്ചത്. ഇവിടെ ഇടാറില്ല. ഇല്ല. ബാത്റൂമിൽ പോകുമ്പോഴൊന്നും ഇല്ല. ബാത്റൂമിന്റെ ഏരിയയിലൊന്നും പോകുമ്പോൾ ഇടാറില്ല. മിടുക്കൻ. അടുത്ത ആള്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അല്ലടാ, ഈ പരിപാടി ഇവിടെ നടക്കില്ല. കാരണം എല്ലാവരും ചെരുപ്പിട്ടുണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റാതെ ഇവിടെ നിന്നാ മതി. എന്റെ അഭിപ്രായമാണ്. തുമ്മിയതിനു ശേഷം മൊത്തത്തിലേക്ക് എന്നെ വൃത്തി കെട്ടവൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ലേബൽ തന്ന് ഇപ്പൊ ഒരു വഴക്കുണ്ടായാൽ പോലും. അതെ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. പോയേ കയ്യിന്ന് പോയേ പിന്നെ പോയേ. ഹലോ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി അറിയുമോ? ഗബ്രിയാണോ ഭക്ഷണം കൊടുക്കേണ്ട ആള്? അല്ല. പിന്നെ എന്തിനാണ് ഭക്ഷണം എടുത്തുകൊണ്ട് പോയത്? 2 ബൗൾ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണമാണ്. എന്താണ് ഇങ്ങനെ വലിയ ഉദാരശീലനാവരുത്? കൂടി ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ജാസ്മിന് ഞാൻ ഇവിടെ വന്ന ദിവസം തൊട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ശീലമുള്ളതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ജയിലിൽ പോകുന്ന സമയത്ത് ചെയ്തോളൂ. എന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഇല്ലാത്തതുകൊണ്ട് ജലപാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, ചാറിങ് ഒഴിച്ച മോളെ, നിങ്ങൾ കൂടി കഴിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വളരെ മോശമായ കാര്യങ്ങളാണ് വിളിക്കുന്നത്. പറയാൻ പാടില്ലാത്ത പല വാക്കുകൾ നിങ്ങൾ പറഞ്ഞു. അത് വളരെ മോശമായ കാര്യങ്ങളാണ്. അത് ഞാനിവിടെ പറയുന്നില്ല. അയാളെ വളരെ മോശം. ഇങ്ങോട്ട് നോക്കടാ, എടാ പോടാന്നുള്ള വിളി നിർത്തോ കുട്ടി. എല്ലാവരും ഇത് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു അസഹ്യമായിട്ട് മാറുന്നു. ഇവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ നാശം തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ തൊണ്ടയിലും കയറിയില്ല സാംബശിവൻ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഗോപുരമൻ കഥ പറയേ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ, ആർക്കും എന്നെ തടുക്കാനാവില്ല.